പ്രപഞ്ച ശക്തികൾക്ക് മുന്നിൽ നമുക്ക് ആണയിട്ട് പറയാം, സകല വിശ്വാസ പ്രമാണങ്ങളെയും ഒന്നാമനായ രാജീവ് ചന്ദ്രശേഖരന് താമര ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിക്കും. നിയമത്തെ സമാധാനം നിയമത്തെ ഒന്നാമതെത്തിക്കും. നമ്മുടെ ചിഹ്നം നിയമമണ്ഡലത്തിലെ പൂജപ്പുരയിൽ യാഥാർത്ഥ്യമാക്കാൻ നിയമത്തിന് വേണം രാജീവ് ചന്ദ്രശേഖർ. ഒന്നാമതാണ് താമര. വോട്ടിംഗ് മെഷീനിലെ ഒന്നാമൻ നിയമത്തെ ഒന്നാമതെത്തിക്കും. നമുക്ക് ഒന്നു ചേർന്ന് നേമത്തെ ആവേശോജ്വലമായ കൊട്ടിക്കലാശമാണ് നമ്മുടെ മുന്നിൽ നടക്കുന്നത്. ഇക്കുറി നിയമം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പിള്ളേർ ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തെ, ആ ഊർജത്തെ വലിച്ചെടുത്തുകൊണ്ടുള്ള ആ പോരാട്ടമാണ് നമുക്ക് ഈ പിന്നിൽ കാണാൻ പറ്റുന്നത്. എന്തായാലും ഇക്കുറി നേമത്തെ ബിജെപിയുടെ കുങ്കുമഹരിത പതാക പാറിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ പോരാട്ടത്തിന്റെ, ഈ കലാശക്കൊട്ടിന്റെ ഒരു മുൻതൂക്കം, ഒരു ചുവട് മുന്നിൽ ബിജെപി ആണെന്ന് തന്നെ പറയാം. ഈ നേമത്തിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് തികച്ചും ഒരു രക്ഷയുമില്ലാത്ത തരത്തിലുള്ള ആവേശോജ്വലമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഈ കൊട്ടിക്കലാശത്തിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്തായാലും അവരോട് തന്നെ ചോദിക്കാം, നേമത്തെ രാജീവ് ചന്ദ്രശേഖരനായിരിക്കും, സംശയമൊന്നും വേണ്ട. രാജീവ് ചന്ദ്രശേഖരൻ തന്നെ ജയിക്കണം. വിദ്യാഭ്യാസമുള്ള ഒരാൾ തന്നെ വരണം നേമത്ത് ഒരു MLA ആയിട്ട്. ഇക്കൊരു നേമത്താരായിരിക്കും? നേമത്തുകാരനാണ്. നേമം ആര് ജയിക്കും? നേമം രാജീവ് ചന്ദ്രശേഖരൻ.
ഇക്കുറി നേമത്താരായിരിക്കും? രാജീവ് ചന്ദ്രശേഖർ. അത്തരത്തിൽ വളരെ വളരെ ആവേശത്തിലാണ് നേമത്തെ ജനങ്ങളും ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരും എന്ന് തന്നെ പറയാം. ഒരു അത്യധികം ആവേശത്തിലുമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ഒന്ന് തുള്ളാൻ വേണ്ടി ആർക്കുമൊന്ന് തുള്ളിപ്പോകും. അത്തരത്തിൽ വളരെയധികം അത്യധികമായ ഒരു ആവേശമാണ് നമുക്കിവിടെ എങ്ങും കാണാൻ പറ്റുന്നത്. എന്തായാലും നൃത്തം ചെയ്യാൻ അറിയാത്ത ആൾക്കാരും ഒന്ന് നൃത്തം ചെയ്തു പോകും. അത്യധികം ഒരു സിരകളിൽ ആവേശം നിറയ്ക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ തിരുവല്ലത്ത് കാണാൻ പറ്റുന്നത്. കൊട്ടിക്കലാശമാണ് നമുക്ക് ഈ പിന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും അത്യുജ്വലമായ പോരാട്ടം തന്നെയാണ് നേമത്ത് ഇക്കുറി നടക്കാൻ പോകുന്നത്. ആദ്യ റൗണ്ടിൽ ത്രികോണ പോരാട്ടമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു പടി മുന്നിൽ രാജീവ് ചന്ദ്രശേഖർ ആണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ലഭ്യമാകുന്നത്. എന്തായാലും നമുക്ക് പ്രവർത്തകരോട് ഒന്നുകൂടെ ചോദിക്കാം, ഇക്കുറി രാജീവ് നേടുമോ? രാജീവ് നേടും. 100% ഉറപ്പായിട്ട് ജയിച്ചു കഴിഞ്ഞു. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം? ഒരു 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാജീവ് ജയിക്കുമെന്നാണ്. അതായത് ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് നിയമം വഴിമാറുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്നതും ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്നതുമായി വരും. എന്തായാലും ഏതാനും ദിവസങ്ങൾക്കകം 2 ദിവസങ്ങൾ കൂടി നമുക്ക് കാത്തിരിക്കേണ്ടതുള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന്. എന്തായാലും സംസ്ഥാനത്തുടനീളം ഒരു ആന്റി ഇൻകുമൻസി ഫാക്ടർ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അഭിപ്രായ സർവേയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന നേമത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ കൊട്ടിക്കലാശത്തിന്റെ വേദിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്യധികമായിട്ടുള്ള ഒരു ആവേശം തന്നെയാണ്, ആവേശത്തിമിർപ്പ് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. എന്തായാലും കേരളം സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത പരശുരാമ ഭൂമികയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ അനന്തപുരി ഈ രാജീവ് ചന്ദ്രശേഖറിലൂടെ വീണ്ടെടുക്കും എന്നാണ് പ്രവർത്തകർ പറയുന്നത്. അതാ ആവേശജലമായ കൊട്ടിക്കലാശത്തിൻ്റെ സമാപനമാണ്. സമാപനത്തിന് കൊടിയിറങ്ങിയിരിക്കുന്നു. എന്തായാലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്, 2 ദിവസം മാത്രമാണ് ഇലക്ഷന് നമുക്ക് മുന്നിലുള്ളത്. പോളിംഗ് ബൂത്തിലേക്ക് പോകുവാൻ 2 ദിവസങ്ങൾ മാത്രം. നല്ല ആവേശമാണ്. പിന്നെ അതിൻ്റെ അപ്പുറം ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒരു ഊർജയും അവരുടെ ഒരു ആത്മവിശ്വാസവും അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണുമ്പോൾ അത് ഞാൻ ഫീൽ ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം 4 ആഴ്ചൻ്റെ ഒരു ക്യാമ്പയിനായിരുന്നു. എല്ലാം ഞങ്ങൾ കൃത്യമായി ചെയ്തു. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ കൊണ്ടുവരാൻ താല്പര്യമുള്ള ഒരു വികസനം അതിനെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം നന്നായി അധ്വാനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 2 ദിവസം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ. ഞങ്ങളത് യൂസ് ചെയ്തിട്ട് 9-ാം തീയതി എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു മാറ്റം ഇവിടെ വരണം. മാറ്റം കൊണ്ടുവരാൻ BJP NDAക്ക് വോട്ട് തരണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഓക്കെ, എല്ലായിടത്തും ഫൈറ്റ് നല്ല ഫൈറ്റാണ്. കാരണം മാറ്റത്തിൻ്റെ ഒരു ഫൈറ്റ് എപ്പോഴും ഒരു ഡിഫിക്കൽട്ട് ഫൈറ്റാണ്. അങ്ങനെ ഒരു ഈസി ഫൈറ്റായിട്ട് ഞങ്ങൾ കാണുന്നില്ല. 70 കൊല്ലം ഒരു രാഷ്ട്രീയ സംസ്കാരമായിരുന്നു. അത് മാറ്റണമെങ്കിൽ ഒരു നല്ല ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ നല്ല എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അടുത്ത 2 ദിവസം. എല്ലാ കമ്മ്യൂണിറ്റിയുടെയും വോട്ട് സാറിന് കിട്ടുമോ? എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരമൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ കർത്തവ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും പോയി സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എനിക്കൊരു അവസരം തരുമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജനങ്ങളുടെ കയ്യിലാണ്. ലാസ്റ്റ് കോൺഗ്രസിന്റെ ഇപ്പോൾ രേവന്ത് റെഡ്ഡി വന്നു, മുഖ്യമന്ത്രിയായിട്ട് വെർബൽ ഫൈറ്റ് ആണ്. അത് ഇതല്ലേ മാറ്റേണ്ടത്? ഇതല്ലേ നമ്മൾ മാറ്റേണ്ടത്? ഈ വിവാദങ്ങൾ 5 കൊല്ലം കഴിഞ്ഞിട്ടൊരു ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളുടെ ഭാവിയെ കുറിച്ചല്ല ചർച്ച നടക്കേണ്ടത്. അതല്ലാണ്ട് ഓരോരോ തെറിയും വിമർശവും ഈ വിവാദങ്ങളെല്ലാം കാണുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഇതാണ് ജനങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നത്. BJP എത്ര നമ്പേഴ്സിലേക്ക് അച്ചീവ് ചെയ്യും? അങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ട്. ഈ കൊട്ടിക്കലാശം കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവുമ്പോൾ അത് ആത്മവിശ്വാസം കൂടുതലാവുന്നുണ്ട്.
2 ഡിജിറ്റ്സ് ഉണ്ടാവും. എന്തോ 2 ഡിജിറ്റ്സ് ഉണ്ടാവും. 3 ഡിജിറ്റ്സും ഉണ്ടാവും. ഈ ഇലക്ഷനോട് അവസാന നിമിഷത്തിൽ പറയാനായിട്ട് ഞങ്ങൾ കണ്ടല്ലേ, ആവേശം കണ്ടില്ലേ? ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഇതേ ആവേശത്തോടുകൂടി ഞങ്ങൾ വർക്ക് ചെയ്യാനൊക്കെ തന്നെ ഇറങ്ങും. തീർച്ചയായിട്ടും ഞങ്ങൾ 100% ഞങ്ങൾ വിജയിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. കാരണം ഓരോ ജനങ്ങളുടെയും റെസ്പോൺസ് അങ്ങനത്തെ രീതിയിലാണ്. എല്ലാവരും വിജയിക്കും എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ ഇലക്ഷൻ വർക്കിന് ഇറങ്ങുമ്പോഴും എല്ലാവരും പറയുന്ന നിയമം ഇപ്രാവശ്യം നിങ്ങൾ തന്നെ ഭരിക്കണം എന്ന രീതിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും 100% ശുഭാപ്തി വിശ്വാസമുണ്ട് വിജയിക്കുന്നത്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു? ഭൂരിപക്ഷം തന്നെ ഞങ്ങൾ എന്തായാലും വിജയിക്കും, 100% വിജയിക്കും. എല്ലാ ഭാഗത്തു നിന്നുള്ള ജനങ്ങളുടെ നല്ല റെസ്പോൺസാണ്, എല്ലാ ഭാഗത്തും നല്ല റെസ്പോൺസാണ്. എന്തുണ്ട് ചേച്ചി പറയാൻ ഈ അവസാന നിമിഷത്തിൽ ഇലക്ഷനോടനുബന്ധിച്ച്? ഭയങ്കര സന്തോഷം. കുറേ വർഷമായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയാണ്. അപ്പോൾ അതിലൊന്നും ഇല്ലാത്തൊരു പ്രതീക്ഷയാണ് ഈ നിയമമണ്ഡലത്തിൽ. രാജീവ് ചന്ദ്രശേഖർജി 100% വിജയിക്കുമെന്ന് ഉറപ്പാണ്. ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് എന്താ? അതെ തീർച്ചയായും. നമ്മൾ ഇപ്പോൾ 17 വാർഡുണ്ട് നമുക്ക് മാത്രം. മറ്റ് വാർഡിൽ 22 വാർഡുകളും നമ്മൾ പ്രവർത്തനം ഒരു ടൈം ടേബിൾ അനുസരിച്ച് നിശ്ചയിച്ചതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നു. പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കാൻ പറ്റി. മെറ്റീരിയൽസ് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും പാർട്ടി നിശ്ചയിച്ചു തന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ചെല്ലുന്ന വീടുകളിലൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മെ സ്വീകരിക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,000-ഓളം ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ്. ഇക്കുറി എത്ര ഭൂരിപക്ഷം? ഭൂരിപക്ഷം കൃത്യം കണക്ക് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ എന്തായാലും നല്ലൊരു ഭൂരിപക്ഷത്തിൽ, തീർച്ചയായിട്ടും അത് വെറുതെ പറയുന്നതല്ല, നല്ലൊരു ഭൂരിപക്ഷത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ വിജയിക്കും. എന്തായാലും അത്യധികമായിട്ടുള്ള ആവേശത്തിലാണ് നിയമത്തിലെ നിയമനിവാസികൾ, നിയമത്തിലെ BJPയുടെ പ്രവർത്തകർ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.